പണി നടക്കട്ടെ. നീ വേണ്ട. നീ ഇവിടെ ഇരിക്ക്. അച്ഛാ, ഇനി ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ. നല്ല ഉഗ്രം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയാണ്. ഇതെന്ത് പറ്റി? മൂഡ് ഓഫാ? ഇവിടെ വന്നിരുന്നേ. ഇന്ന് ഞാൻ ആ രവീന്ദ്ര ചതോപാധ്യായെ പിരിച്ചുവിട്ടു. വിചാരിച്ച പോലെയല്ല, അവൻ മഹാകള്ളനാ. അച്ഛനല്ലേ പറഞ്ഞു അവൻ ഭയങ്കര സ്മാർട്ടാണ്. സ്മാർട്ടാ? ഓവർ സ്മാർട്ട്. നിന്നെ പോലെ തന്നെ. രണ്ടാളും കൂടി എന്നെ ശരിക്കും പൊട്ടനാക്കി. അച്ഛൻ അതിന് എന്നെ ബ്ലെയിം ചെയ്യണ്ട. അവിടെ ജോലിക്ക് ചേർന്ന് അച്ഛനെ ഇംപ്രസ് ചെയ്യാന്നുള്ളത് അവന്റെ മാത്രം ഐഡിയ ആയിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ അച്ഛനോടൊന്ന് സൂചിപ്പിക്കാതിരുന്നത്? അതൊരു ഫ്രണ്ടിന്റെ തമാശയായിട്ട് ഞാൻ കരുതിയുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ അവനെ ഒറ്റിക്കൊടുക്കുക? സ്വന്തം അച്ഛനെ വിഡ്ഢിയാക്കുന്നതാണോ തമാശ? അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നത്? അവനങ്ങനെ ശല്യക്കാരനൊന്നുമല്ല. അപ്പോ നിനക്ക് ഞങ്ങളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഇങ്ങനൊരു പയ്യൻ പുറകടക്കുന്ന കാര്യം, അല്ലെ അവനിങ്ങനെ ഒരു വേഷം കെട്ടുന്ന കാര്യമൊക്കെ ഞങ്ങളോടും തുറന്നു പറഞ്ഞൂടെ? എങ്കിൽ ഞങ്ങളത് എൻജോയ് ചെയ്യില്ലേ? ഇതിന് മാതിരി കളിയാക്കുന്ന പോലെ ആയില്ലേ? അച്ഛൻ എന്താ എന്നെ തീരെ വിശ്വാസമില്ലാത്ത പോലെ? എങ്ങനെ വിശ്വസിക്കാപ്പൂ? കമ്പനിയിൽ വെച്ച് ഞാനവരെ നേരിട്ട് പരിചയപ്പെടുത്തിയതല്ലേ. അപ്പൊ പോലും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിച്ചു. ഇതൊരൊറ്റ ദിവസം മാത്രം തമാശയല്ലല്ലോ. ഇന്ന് നിങ്ങൾ ചാറ്റ് ചെയ്തില്ലേ? നിന്റെ ഫോണും എടുക്ക. ആരൊക്കെയാണ് നിന്റെ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഒരാളുടെ പ്രൈവസി കയറി ഇടപെടാൻ വേറെ ആർക്കും അവകാശമില്ല. വേറെ ആരുമല്ലല്ലോ, ഞാൻ നിന്റെ അച്ഛനല്ലേ. വിട്. അപ്പു വിടാനാ പറഞ്ഞത്. വിട് അപ്പു. അപ്പോ നീ ഇതെങ്ങോട്ടാ? എന്നെ വിശ്വാസമില്ലാത്ത അച്ഛനോട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അപ്പോ വണ്ടി എടുക്കരുത്. ഈ വണ്ടി എടുക്കാൻ എനിക്ക് അച്ഛന്റെ പെർമിഷൻ ആവശ്യമില്ല. ഇത് എന്റെ അമ്മയുടെ വീട്ടുകാർ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതാ.